ഹലോ മൈ ഡിയർ 11th എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ നമ്പർ 6 വർക്ക് എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൂടാതെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കൊളീഷൻ, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഒക്കെയാണ് കുറെ ബിഗ്ഗർ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമുക്ക് വളരെ പെട്ടെന്നും എളുപ്പത്തിലും പഠിച്ചു തീർക്കാം. കാരണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, പവർ, ഇതെല്ലാം ബേസിക്സ് നമ്മൾ 9th തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിനെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ചാപ്റ്റർ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാം. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയില് ഞാൻ വർക്ക് എനർജി പവറിൽ നിന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് വർക്ക് എന്താണെന്ന് നമുക്ക് പഠിക്കണം, അതിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസും പഠിക്കണം. ഇനി കൈനറ്റിക് എനർജി എന്താണെന്നും അതിന്റെ ഒരു ഇക്വേഷന്റെ സ്മോൾ ഡെറിവേഷൻ ഉണ്ട്. നമുക്ക് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ആൻഡ് അതിന്റെ പ്രൂഫ് ആണ്. അത് നമുക്കൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ പവറിനെ കുറിച്ച് ഡെഫിനേഷനും അവിടെയും ഒരു ചെറിയൊരു ഇക്വേഷന്റെ ഡെറിവേഷനും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് അല്ലെ? ഒരു കുതിര, ആ കുതിര വണ്ടി വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പറയും ഹോഴ്സ് ഇസ് ഡൂയിങ് എ വർക്ക് എന്നുള്ളത്. ഇനി നമ്മളൊരു സ്റ്റെയർ കേസ് കയറി പോവാണെങ്കിലോ നമ്മൾ അപ്പോൾ പറയും എ മാൻ ഇസ് ഡൂയിങ് എ വർക്ക് അല്ലെ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ വർക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം സയന്റിഫിക്കലി അല്ലെങ്കിൽ ഫിസിക്സിന്റെ ടേമിൽ വർക്ക് ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മള് വളരെ ശക്തിയായിട്ട് ഒരു കല്ല് തള്ളി മാറ്റാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ കുറേയേറെ പണിപ്പെട്ട് ആ കല്ലൊന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കും. പക്ഷെ ആ കല്ല് വളരെ ഹ്യൂജ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്താലും ചിലപ്പോൾ ആ കല്ല് നമുക്ക് തള്ളി മാറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? വി ഹാവ് ഡൺ ലോട്ട് ഓഫ് വർക്ക് അല്ലെ? നമ്മൾ കുറേയേറെ സമയം ആ കല്ല് തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചു, നമ്മൾ വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിലത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ഫിസിക്സിന്റെ ടേംസിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തു എന്ന് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 2 കാര്യങ്ങൾ നിർബന്ധമാണ്. അവിടെ ഒരു ഫോഴ്സ് കമ്പൽസറി ആയിട്ടുണ്ടായിരിക്കണം. ഈ ഫോഴ്സ് കൊണ്ട് ഒരു ഡിസ്പ്ലേസ്മെന്റും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഫോഴ്സ് ഹാസ് ടു പ്രൊഡ്യൂസ് എ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. ഒരു കാർ റോഡിലൂടെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോ ഈ കാറിന്റെ എഞ്ചിൻ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, കാർ അതിനനുസരിച്ച് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ദ എഞ്ചിൻ ഇസ് ഡൂയിങ് സം വർക്ക് ഓൺ ദ കാർ എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഈ പറഞ്ഞ ഫോഴ്സും ഉണ്ടായിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലോട്ട് ഡ്രോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്കറിയാം ആ കല്ലില് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഫോഴ്സിന്റെ പേര്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏതൊരു വസ്തുവും മുകളിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ കല്ലിന് ഒരു ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുന്നുണ്ട് അല്ലെ? മുകളിൽ നിന്ന് അത് താഴേക്ക് വീണിട്ടുണ്ട്. അപ്പൊ അവിടെയും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഡൂയിങ് സം വർക്ക് ഓൺ ദ സ്റ്റോൺ അല്ലെങ്കിൽ ഓൺ ദ ബോൾ എന്ന് പറയാം. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കമ്പോണന്റ് ഓഫ് ഫോഴ്സ്. കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാൻ കാരണം ഏത് ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് മാത്രമേ വർക്കിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. വർക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. അതായത് കംപ്ലീറ്റ് ഫോഴ്സ് വിൽ നോട്ട് ബി കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് വർക്ക്. ഫോഴ്സിന്റെ ഏത് കമ്പോണന്റ് ആണോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ളത് ആ കമ്പോണന്റിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റിനെയാണ് നമുക്ക് വർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്ടേഴ്സ് ആണ്. അതേസമയം വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെക്ടേഴ്സിന് നമുക്ക് 2 രീതിയിൽ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. ഒന്ന് സ്കെയിലാർ പ്രോഡക്റ്റും രണ്ടാമത്തേത് വെക്ടർ പ്രോഡക്റ്റും. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് നമുക്ക് വെക്ടർ എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക്, വർക്കിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കാരണം അതൊരു സ്കെയിലാർ ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഫോമുല ഉപയോഗിക്കാം. വർക്കിന് നമ്മൾ വെക്ടർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് എന്ന് എഴുതാം.
ഇതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ഒരു ടേബിളിൽ നമ്മളൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതൊന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ, തള്ളി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം അല്ലെ. ഈ ഫോഴ്സ് ഞാൻ രണ്ട് രീതിയിൽ കാണിക്കാം. ആദ്യം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പാരലൽ ആയിട്ടാണ്. നമ്മൾ ആ ബ്ലോക്കിനെ ഈ പാരലൽ രീതിയിൽ ഒന്ന് തള്ളി മാറ്റുന്നു. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഡയറക്ഷൻ ഏതാണോ ആ സെയിം ഡയറക്ഷനിലാണ് ആ ബ്ലോക്ക് നീങ്ങിപ്പോയിട്ടുള്ളത്. അതായത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 എന്ന് പറയാം അല്ലെ. ഒരേ ഡയറക്ഷൻ വെച്ചാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഇസ് ഗോയിങ് ടു ബി 0. അപ്പോൾ വർക്ക് ഡണിന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് എഫ് എസ് കോസ് തീറ്റ. തീറ്റ 0 ആവുമ്പോൾ എഫ് എസ് കോസ് 0 എന്ന് എഴുതാം. കോസ് 0ന്റെ വാല്യൂ എത്രയാണ്? എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കോസ് 0 ഇസ് നത്തിങ് ബട്ട് 1. അപ്പൊ ഇവിടെ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ പാരലൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് 9ാം ക്ലാസ് വരെ നമ്മൾ വർക്കിന് എഫ് എസ് എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 11th വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു അഡീഷണൽ കൺസെപ്റ്റ് ഇതാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഇനി അപ്ലൈഡ് ഫോഴ്സ് സെയിം ഡയറക്ഷനിലല്ല, ഒരു ആംഗിൾ ഒബ്ലീക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നേരെ പാരലൽ ആയിട്ടല്ല നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അതൊരു ആംഗിളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ വേറൊരു ഡയറക്ഷൻ ആണ്. അപ്പൊ ദാറ്റ് മീൻസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഹാവിംഗ് എൻ ആംഗിൾ ബിറ്റ്വീൻ ദം. ആ ഒരു ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ വെക്ടർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും വിശദമായിട്ട് പഠിച്ചതാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തന്നിരുന്നു. ഒരു വെക്ടറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, അതിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനുമായിട്ടാണോ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷനിൽ നമുക്ക് കോസ് എന്നും ആംഗിൾ മാർക്ക് ചെയ്യാത്ത ഡയറക്ഷനിൽ നമുക്ക് സൈൻ എന്നും എഴുതാം. അപ്പോൾ ഇവിടെ എഫിനെ ഞാൻ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഈ എക്സ് ഡയറക്ഷനുമായിട്ടാണ് ഇവിടെ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഡയറക്ഷനിൽ എഫ് കോസ് തീറ്റ എന്നും ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് എഫ് സൈൻ തീറ്റ എന്നും എഴുതാം. അപ്പൊ വർക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു? കമ്പോണന്റ് ഫോഴ്സ് along the direction of displacement. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനോട് സെയിം ആയിട്ട് വന്ന കമ്പോണന്റ് ഏതായിരുന്നു? എഫ് കോസ് തീറ്റ എന്നായിരുന്നു അല്ലെ. അപ്പൊ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതാം. അതാണ് എഫ് എസ് കോസ് തീറ്റ. ഇതാണ് വർക്കിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. വർക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ 11th എഴുതുന്ന സമയത്ത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രം എഴുതിയാൽ പറ്റില്ല, കൃത്യമായിട്ട് പറയണം. പ്രോഡക്റ്റ് ഓഫ് component of force in the direction of displacement and the magnitude of displacement. fs cos thetaയും എസും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് വർക്ക് എന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി വർക്ക് എപ്പോഴായിരിക്കും 0 ആയിട്ടുണ്ടാവുക? പല സന്ദർഭങ്ങളിലും നമുക്ക് 0 വർക്ക് എന്ന് പറയാം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നിങ്ങളോട് ആരെങ്കിലും വലിയൊരു കല്ല് തള്ളി മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ കല്ലിനെ നിങ്ങൾക്കൊന്ന് തള്ളി മാറ്റാൻ പറ്റില്ല അല്ലെ. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ കല്ല് തള്ളി മാറ്റാൻ അത്രയ്ക്കും ഉതകുന്ന തരത്തിലുള്ളതല്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ വർക്ക് ഈസ് 0. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാള് ഒരു ബുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആ ബുക്ക് കയ്യിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം അല്ലെ. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. നമ്മൾ ആ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ബുക്ക് താഴേക്ക് വീഴും, കാരണം അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. പക്ഷെ നമ്മൾ ബുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്, ആ ബുക്കിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറെ സമയം നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ വേദനിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ നേരം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ വർക്ക് ഡൺ ഇസ് സെഡ് ടു ബി 0 ബിക്കോസ് ഈ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും നമ്മൾ ഈ ബുക്കിന് സംഭവിക്കുന്നില്ല. വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ബട്ട് ദാറ്റ് ഫോഴ്സ് ഇസ് നോട്ട് പ്രൊഡ്യൂസിങ് എ ഡിസ്പ്ലേസ്മെന്റ്. ഇനി വലിയൊരു ചുമര് നമ്മൾ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു, നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ആ ചുമരിനെ നമുക്ക് തള്ളിമാറ്റാൻ പറ്റില്ല. അപ്പൊ അവിടെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് വർക്ക് ഡൺ ഇസ് 0 എന്ന് പറയാം. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് പക്ഷെ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഡിസ്പ്ലേസ്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിലൂടെ ഏതെങ്കിലും ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കാം. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്?
there is no change in velocity, which means acceleration 0. നമ്മൾ second law of motion അനുസരിച്ച് പഠിച്ചിരുന്നു F is equal to m into a, mass into acceleration. അപ്പൊ acceleration 0 ആണെങ്കിൽ force is 0. ഫോഴ്സ് 0 ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്, വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്, ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഫോഴ്സ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് is said to be 0. ഇനി പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, ഈ 3 സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവ് വർക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറയുന്നു, നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ അറിയാം, എന്താണ്? Fs cos θ എന്നാണ്. cos θയുടെ വാല്യൂ cos 0 എന്ന് പറയുമ്പോൾ 1 ആണ്, cos 90 എന്ന് പറയുമ്പോൾ 0 ആണ്. അതായത് 1 മുതൽ 0 വരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിക്രീസ് ആണ്. 1, 0.99, 0.98 അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് cos 90 ആകുമ്പോൾ അത് 0 ആയിട്ട് മാറുന്നു. അതായത് ആംഗിൾ ബിറ്റ്വീൻ 0 and 90 വരുന്ന സമയത്ത് വർക്ക് ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ്. അതായത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വർക്കിനെ പോസിറ്റീവ് വർക്ക് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ആംഗിൾ 0 രണ്ടും ഒരേ സെയിം ഡയറക്ഷനിലാണെന്നുള്ളതെങ്കിൽ cos 0 എന്ന് പറഞ്ഞാൽ Fs ആണ്. ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ പോസിറ്റീവ് വർക്ക്. ഇനി 0 വർക്ക് ആവുന്നത് എപ്പോഴായിരിക്കും? 2 സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫോഴ്സ് ഇസ് 0 ഓർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉണ്ടെങ്കിലും വർക്കിന് 0 ആവാൻ പറ്റും. അതെപ്പോഴാണെന്ന് അറിയോ? cos 90 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. അതായത് അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ടും ഈ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ സന്ദർഭങ്ങളിലും വർക്ക് ഡൺ ഇസ് സെറ്റ് ടു ബി 0. നമ്മൾ 9th വളരെ ക്ലാസിക് ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൂലി, ഒരു പോർട്ടർ, ആളുടെ തലയിൽ കുറെ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകാണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഹിം? വർക്ക് ഡൺ ബൈ ഹിം ഇസ് 0. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വിചാരിക്കും ദാറ്റ് കൂലി ഈസ് ഡൂയിങ് സോ മച്ച് ഓഫ് വർക്ക് എന്നുള്ളത്. പക്ഷെ ഇൻ ടേംസ് ഓഫ് സയൻസ് അദ്ദേഹം ആ ഒരു വെയിറ്റ് തലയിൽ വെക്കാനായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലും പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് 90 ഡിഗ്രി ആവുന്ന സമയത്ത് വർക്ക് ഈസ് സെറ്റ് ടു ബി 0. കാരണം cos 90 എന്ന് പറയുന്നത് 0 ആണ്. സോ വർക്ക് വിൽ ബിക്കം 0. അപ്പോൾ ഇതാണ് പോസിറ്റീവ് വർക്കിനുള്ള കണ്ടീഷൻ. പോസിറ്റീവ് വർക്കിനുള്ള കണ്ടീഷൻ തീറ്റ ഷുഡ് ബി ലെസ് ദാൻ 90 ഡിഗ്രി. 0 വർക്കിനുള്ള കണ്ടീഷൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിലോ നമുക്കറിയാം cos 180 എന്ന് പറയുന്നത് -1 ആണ്. cos 180 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോ ആംഗിൾ ബിറ്റ്വീൻ F and S is taken as 180 ഡിഗ്രി. cos 180 എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? W is equal to -Fs എന്ന് എഴുതാം. -Fs എന്ന് എഴുതുന്നത് നെഗറ്റീവ് വർക്ക്. അപ്പൊ പോസിറ്റീവ് വർക്കിന്റെ കണ്ടീഷൻ ആംഗിൾ ഷുഡ് ബി അക്യൂട്ട്. 0 വർക്ക് ആവുന്നത് എപ്പോഴാണ്? ആംഗിൾ പെർപെൻഡിക്കുലർ ആവുമ്പോൾ. ആംഗിൾ ഒബ്റ്റ്യൂസ് ആവുന്ന സമയത്താണ് നെഗറ്റീവ് വർക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇനി 0 വർക്കിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇവിടെ സംഭവിക്കുന്ന വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സാറ്റലൈറ്റിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മീൻസ് വർക്ക് 0 ആണ്. കാരണം ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ടുവേർഡ്സ് സെന്റർ. അതേസമയം സാറ്റലൈറ്റ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ സാറ്റലൈറ്റ് 0 ആയിരിക്കും. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് വർക്ക് ഡൺ ബൈ ദ സൺ ഓൺ ദ എർത്ത് ഇസ് ഓൾസോ 0. ബിക്കോസ് അവിടെയും സംഭവിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സൺ ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ അവിടെയും 0 വർക്ക് എന്ന് നമുക്ക് പറയാം. ഇനി നെഗറ്റീവ് വർക്കിന്റെയും പോസിറ്റീവ് വർക്കിന്റെയും എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഒരാള് ഒരു കല്ല് നേരെ മുകളിലോട്ട് ഇട്ടു എന്ന് വിചാരിക്കാം. ആ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. ആ സ്റ്റോൺ, ഇപ്പൊ നമ്മളൊരു സ്റ്റോൺ ആണ് മുകളിലോട്ട് ഇട്ടു വെച്ചാൽ സ്റ്റോണും പോകുന്നത് മുകളിലോട്ടാണ്. അപ്പോ ആ കല്ലിന്റെ പുറത്ത് 2 ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ അസ്, രണ്ടാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ ഇസ് പോസിറ്റീവ്. കാരണം ആ പേഴ്സൺ മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, കല്ല് പോയത് മുകളിലോട്ടാണ്. അപ്പോ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ് ബൈ ദ മാൻ.
അതേസമയം ഈ കല്ല് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് താഴേക്കാണ്, പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കല്ല് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വരുന്നത്. അപ്പൊ നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. ദാറ്റ് ഇസ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. അതേസമയം കല്ല് താഴേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോഴും താഴേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുക, കല്ല് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതും താഴേക്ക് തന്നെയാണ്. ആ സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് വിൽ ഓൾസോ ബി പോസിറ്റീവ്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. When a stone is moving upward, work done by gravity is negative. When a stone is moving downwards, work done by gravity is positive. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനർജി. അപ്പൊ വർക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. വർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കി. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക് ഒക്കെ എപ്പോഴാണ് സംഭവിക്കുക? പോസിറ്റീവ് വർക്കിനും നെഗറ്റീവ് വർക്കിനും സീറോ വർക്കിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കി. എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു സം വർക്ക് അല്ലെ. എന്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എനർജിയുടെ ആവശ്യമുണ്ട്. ഈ എനർജിയാണ് വർക്കായിട്ട് കൺവേർട്ടഡ് ആയിട്ട് പോകുന്നത്. അപ്പോ എബിലിറ്റി ടു പെർഫോം വർക്ക് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി in order to perform some work is called as what? Energy. Energy എന്ന് പറയുന്നതും വർക്ക് എന്ന് പറയുന്നതും ഇക്വേഷൻ വൈസ് ഈക്വൽ ആണ്. നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എത്രത്തോളം എബിലിറ്റി നമുക്ക് ആവശ്യമുണ്ട് അതിനെയാണ് നമുക്ക് എനർജി എന്ന് പറയാൻ പറ്റുന്നത്. എനർജി വർക്കിനെ പോലെ തന്നെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ജൂൾ ആണ് വർക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. എനർജിക്കും ജൂൾ തന്നെയാണ് ഉപയോഗിക്കുക. CGS സിസ്റ്റത്തിൽ നമ്മൾ എർഗ്സ് ആണ് എനർജിനെയും വർക്കിനെയും കൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. There are different forms of energy. പല രീതിയിലുള്ള എനർജീസ് ഉണ്ട്. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. മെക്കാനിക്കൽ എനർജി ഉണ്ട്. മെക്കാനിക്കൽ എനർജിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അത് 2 രീതിയിലാണുള്ളത്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, സൗണ്ട്, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, ന്യൂക്ലിയർ എനർജി, അങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജീസ് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്താണ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു വസ്തു റെസ്റ്റിലിരിക്കുമ്പോഴും മൂവിങ്ങിലായിരിക്കുമ്പോഴും അവയ്ക്ക് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്, ആ മൂവ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന് ആരുടെയെങ്കിലും മേല് കൊണ്ട് ഇടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ വരുത്താൻ പറ്റുമോ? ഇല്ല. ദ കാർ ഇസ് നോട്ട് ഏബിൾ ടു ഡു സം വർക്ക് അല്ലെ. അതേസമയം ആ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ദാറ്റ് കാർ വിൽ ബി ഏബിൾ ടു ഡു സം വർക്ക് അല്ലെ. എന്തെങ്കിലും സാധനത്തുമ്പോ പോയി ഇടിക്കാനും അവിടെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാനുമായിട്ട് ആ കാറിന് ചാൻസ് ഉണ്ട്, അതിനുള്ള ഒരു എബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തു മൂവിങ് ആയിരിക്കുന്ന സമയത്ത് അതിന് ഒരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. ആ ഒരു എബിലിറ്റിനെ ദാറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്, എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എവ്രി മൂവിങ് ഒബ്ജക്ട് വിൽ ബി ഹാവിംഗ് കൈനറ്റിക് എനർജി. ഒരു ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദാറ്റ് ബോൾ ഈസ് ഹാവിംഗ് സം കൈനറ്റിക് എനർജി. കാർ മൂവിംഗ് ഹാസ് സം കൈനറ്റിക് എനർജി. സ്റ്റോൺ ഇസ് ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ് ഇസ് പൊസസിങ് സം കൈനറ്റിക് എനർജി. അപ്പൊ ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാന്നുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വസ്തുവിനെ സങ്കല്പിക്കാം. ഓക്കെ, an object which is having mass m, initial velocity u ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി v ആണ്, ഡിസ്പ്ലേസ്മെന്റ് s ആണ്. അപ്പൊ ഈ സിമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന സിമ്പിൾസ് തന്നെയാണ്. മാസ് m, ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. അതിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ വെലോസിറ്റി മാറുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ളത് s ആണെന്ന് വിചാരിക്കാം. വർക്കിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് F, S എന്ന് പറയുന്നതായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോഴ്സിന് നമ്മൾ നേരത്തെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? F is equal to m into a, മാസ് ഇൻടു ആക്സലറേഷൻ അല്ലെ. അപ്പൊ എഫിന് പകരം നമ്മൾ m into a എന്ന് എഴുതി, S അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാണ്. m into a into s എന്നുള്ളതാണ് വർക്കിന്റെ ഫോർമുലയായിട്ട് നമുക്ക് കിട്ടിയത്. ഇനി മോഷന്റെ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ് ഓഫ് മോഷൻ? v equal to u plus at, s equal to ut plus half at square.
v square minus u square equal to 2as. അപ്പൊ അതിൽ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? v square minus u square equal to 2as. അതിൽ നിന്ന് as എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സി v square minus u square is equal to 2as അല്ലെ? അപ്പൊ as എന്ന് പറയുന്നത് എന്താണ്? v square minus u square divided by 2 അല്ലെങ്കിൽ half into v square minus u square എന്ന് എഴുതാം. അപ്പോ ഇക്വേഷൻ നമ്പർ 1 m എന്ന് പറയുന്നത് അതുപോലെ എഴുതി as എന്ന് എഴുതുന്നതിന് പകരമായിട്ട് ഞാൻ ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? w is equal to m into ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി ഈ എമ്മിനെ ഞാൻ ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ വർക്കിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി ഒരു ഇനീഷ്യലി റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ മുകളിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഇനീഷ്യലി റെസ്റ്റിൽ എന്ന് വെച്ചാൽ എന്താണ്? u 0 ആണെങ്കിൽ, ഇഫ് an object is starting from rest ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഈ ഇക്വേഷനെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ആയല്ലോ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെയാണ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് ക്വിക്ക് ആയിട്ട് പറഞ്ഞുതരാം. W എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇനി തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് as എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അതിനെ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി w ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഈ വർക്കാണ് ആ ഒബ്ജക്റ്റിനകത്ത് കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും അത് തന്നെയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി ഇനീഷ്യലി അറ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന വസ്തുവാണെങ്കിൽ u 0, അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, കൈനറ്റിക് എനർജിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം. കൈനറ്റിക് എനർജി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് m v square, which means it is directly proportional to mass of the body. Mass double ayal, what happens to kinetic energy? Kinetic energy double out. Mass half ayal, kinetic energy will become half. Karanam kinetic energy is directly proportional to mass and directly proportional to square of the velocity. Karanam v square എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, if velocity doubles, what happens to kinetic energy? Velocity double ചെയ്യുമ്പോൾ വെലോസിറ്റിന്റെ സ്ക്വയറിനോടാണ് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ വെലോസിറ്റി ഡബിൾ ആവുമ്പോൾ ഡബിളിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 ടൈംസ്. ഇനി വെലോസിറ്റി ഹാഫ് ആവുകയാണെങ്കിലോ കൈനറ്റിക് എനർജി വിൽ ബിക്കം 1/4. അതുപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. മാസ് ഇസ് ഡബിൾ, കൈനറ്റിക് എനർജി വിൽ ബി ഡബിൾ. വെലോസിറ്റി ഡബിൾ ചെയ്യുവാണെങ്കിൽ കൈനറ്റിക് എനർജി ബിക്കംസ് 4 ടൈംസ്. അതുപോലെ ട്രിപ്പിൾ ആവുകയാണെങ്കിൽ കൈനറ്റിക് എനർജി വിൽ ബിക്കം 9 ടൈംസ്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരു കാര്യം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ എന്നുള്ളത്. അതേസമയം കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവാൻ പറ്റുന്ന വാല്യൂ ആണ്? അല്ല. മാസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇനി വെലോസിറ്റിക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആവാം, പക്ഷേ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ വെലോസിറ്റിന്റെ സ്ക്വയർ ആണ് വരുന്നത്. ഏത് നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ എടുത്താൽ പോസിറ്റീവായി മാറില്ലേ? അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിക്ക് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. ഒരു നെഗറ്റീവ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഇസ് ഫാൾസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതും നിങ്ങൾക്ക് 1 മാർക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. വൈ വർക്ക് ക്യാൻ ബി നെഗറ്റീവ് ബട്ട് കൈനറ്റിക് എനർജി കൻ നോട്ട്? കാരണം എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ വി, ഈവൻ ഇഫ് വി ഇസ് നെഗറ്റീവ്, സ്ക്വയർ ഓഫ് വെലോസിറ്റി വിൽ ബി പോസിറ്റീവ്. സോ കൈനറ്റിക് എനർജി വിൽ ബി പോസിറ്റീവ് ഓൺലി. പിന്നെ കൈനറ്റിക് എനർജി ഏതൊരു എനർജിയുടെ പോലെ ഇതും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത ടോപ്പിക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവ്മെന്റ് കൊണ്ടുണ്ടായ എനർജി ആയിരുന്നു. അതേസമയം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വസ്തുക്കൾക്ക് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഒരു കല്ല് കുറച്ച് ദൂരം നമ്മുടെ തലയിൽ കിട്ടാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ കുറെ ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് തലയിൽ കിട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് നല്ല വേദനിക്കും അല്ലെ? കാരണം എന്താ? ആ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആ കല്ലിന് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ എബിലിറ്റി കൂടും. ദാറ്റ് മീൻസ് എനർജി വിൽ ഡിഫർ അക്കോർഡിംഗ് ടു പൊസിഷൻ. നമ്മൾ അവിടെ വേറെ മാറ്റമൊന്നും കൊടുത്തിട്ടില്ല. ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി വന്നാൽ തന്നെ
ആ കല്ലിന് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ എമൗണ്ടും അതിന് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ എബിലിറ്റി ഒക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ എനർജി പ്രോസസ്ഡ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരു ഹാമർ നമ്മൾ വെറുതെ തൊട്ടടുത്ത് ഒന്ന് നെയിലിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നെയിൽ അത്ര ആഴ്ന്നു പോവില്ല. അതേസമയം ഹാമർ നമ്മൾ നല്ല പൊക്കിയിട്ട് ഒരു നെയിൽ ഹാമർ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ നെയിൽ താഴേക്ക് പോകും അല്ലെ. അതിന് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഡാംസിൽ വെള്ളം വളരെ ഹൈറ്റിലാണ് കീപ്പ് ചെയ്യുക. കാരണം ഹൈറ്റിൽ വെള്ളം കീപ്പ് ചെയ്യുന്ന സമയത്ത് there will be potential energy by virtue of its position. അതും പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ ആണ് സ്പ്രിംഗ് മാത്രമല്ല കേട്ടോ. റബ്ബർ ബാൻഡ് ഒക്കെ നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ കൈ വേദനിക്കും അല്ലെ. കാരണം അതിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച്, അതിന്റെ കോൺഫിഗറേഷൻ മാറുന്നതിനനുസരിച്ച് അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി, ദാറ്റ് മീൻസ് എനർജി വിൽ ബി ഡിഫറെന്റ്. ഈ ഒരു സ്പ്രിംഗ് നമ്മളൊന്ന് കംപ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ ആ ബോളിന്റെ പുറത്തൊരു വർക്ക് ചെയ്യാനായിട്ട് ഈ സ്പ്രിങ്ങിന് പറ്റും അല്ലെ. ആ സ്പ്രിംഗ് ഡ്യൂ ടു ഇറ്റ്സ് കംപ്രഷൻ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറിയപ്പോൾ അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായി, വിച്ച് മീൻസ് ഇറ്റ് പോസസ് സം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി, അതേസമയം പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു, ഹാഫ് mv² എന്നായിരുന്നു. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷനും കൂടെ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. 2 സ്റ്റെപ്സിൽ ആൻസർ എത്തും. നമുക്ക് സങ്കല്പിക്കാം ഒരു വസ്തു, അതിന് എം എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്, അതിന് നമ്മൾ ഒരു ഹൈറ്റ് എച്ചിലോട്ടൊന്ന് ഉയർത്തി വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്? എച്ച് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. വർക്കിന്റെ ഫോർമുല എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, വിച്ച് മീൻസ് എഫ് ഇൻടു എച്ച് അല്ലെ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മാസ് ഇൻടു ആക്സലറേഷൻ ആണ്. പക്ഷെ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് എനിക്ക് mgh എന്ന് എഴുതാം. ഇനി ഒന്നുമില്ല ചെയ്യാനായിട്ട്. ആൻസർ ആയി. പൊട്ടൻഷ്യൽ എനർജി ഇസ് നത്തിങ് ബട്ട് mgh. ഈ ചെയ്ത വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ വസ്തുവിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് നത്തിങ് ബട്ട് mgh. ഏതൊരു ഫോം ഓഫ് എനർജിയുടെ പോലെ പൊട്ടൻഷ്യൽ എനർജിയും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിനെ നമുക്ക് ജൂളിൽ തന്നെയാണ് അളക്കാൻ പറ്റുന്നത്. മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച് തഴമ്പിച്ചിട്ടുള്ള ഒരു ലോ ആണ്. എനർജി can neither be created nor be destroyed. It can be transformed from one form to another. എനർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ പറ്റും. നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യണം അല്ലെ. വെറുതെ സ്വിച്ച് ഇട്ടാലൊന്നും ലൈറ്റ് കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ എനർജി ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻടു ലൈറ്റ് എനർജി. പാട്ട് വെക്കണം എന്നുണ്ടെങ്കിലും അവിടെ ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മളൊരു എന്താ പറയാ പടക്കം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് നിറച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു തിരിയെടുത്ത് കത്തിച്ചാലൊന്നും നമുക്ക് സൗണ്ടും ഭയങ്കര ഭംഗിയുള്ള ലൈറ്റും ഒന്നും കാണാൻ പറ്റില്ല പടക്കത്തിനകത്ത് അല്ലെ. അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് ആൻഡ് സൗണ്ട് എനർജി ഇൻ ദ കേസ് ഓഫ് ക്രാക്കേഴ്സ്. അങ്ങനെ ഏത് എനർജി നോക്കുവാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പോ ഒരു കല്ല് മുകളിലോട്ട് ഇടുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഫിനോമിന. അതിനകത്ത് നമ്മൾ ഈ കല്ല് താഴെ വെക്കുന്ന സമയത്ത്, ഏറ്റവും ഡൗൺ ടു മീൻസ് ഗ്രൗണ്ടിൽ വെക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കല്ല് മുകളിലോട്ട് പോകുന്തോറും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നത്. കാരണം ഹൈറ്റ് കൂടിയല്ലേ വരുന്നത്. അതിന്റെ അർത്ഥം അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതിനനുസരിച്ച് മറ്റേതോ ഒരു എനർജിക്ക് കുറവ് സംഭവിക്കുന്നുണ്ട്. അത് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഒരു വസ്തുവിന് ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജിയിൽ ഇൻക്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫോമിൽ ഡിക്രീസ് ഉണ്ട് എന്നുള്ളതാണ്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ പ്രൂഫ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. 3 മാർക്കിനോ 5 മാർക്കിനോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ആ ഡെറിവേഷൻ ഞാനൊന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോൾ എടുക്കാം. ആ ബോളിന്റെ മാസ് m ആണെന്ന് വിചാരിക്കുക. ഒരു ഹൈറ്റ് ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ നിന്ന് ആ ബോൾ ഒന്ന് താഴേക്ക് ഇടുവാണ് കേട്ടോ. ഓക്കെ. ആ ബോൾ താഴേക്ക് ഇടുന്ന സമയത്ത് അതിന് സംഭവിക്കുന്ന എനർജി ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഡെറിവേഷനിലൂടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഓരോ പൊസിഷനിലും ഡിഫറെന്റ് ആയിട്ട്, അതായത് എ എന്ന് പറയുന്ന പൊസിഷനിൽ, ബി എന്ന് പറയുന്ന പൊസിഷനിൽ, സി എന്ന് പറയുന്ന പൊസിഷനിലെല്ലാം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കൺസർവേഷൻ ആവുന്നത് എപ്പോഴാണ്? ഇഫ് ടോട്ടൽ എനർജി റിമെയിൻസ് ദ സെയിം. ടോട്ടൽ എനർജി മാറ്റം ഒന്നും ഇല്ലെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്?
എനർജി ഇസ് കൺസേർവ്ഡ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഓരോ പോയിന്റിലും നമുക്ക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ആദ്യം എ എന്ന് പറയുന്ന പൊസിഷൻ, എ എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ആയിരുന്നു. അവിടുത്തെ ഡ്രോപ്പ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തു ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി സ്പീഡ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh, കാരണം h എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല mgh ആണ്. അപ്പോ എ എന്ന് പറയുന്ന പോയിന്റില് പൊട്ടൻഷ്യൽ എനർജി ഇസ് mgh. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മനസ്സിലായി അല്ലെ. എ എന്ന് പറയുന്ന പോയിന്റ് അത് നമ്മൾ കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആണ്. വെൻ എനി ഒബ്ജക്ട് ഇസ് ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ്, വെലോസിറ്റി ഷുഡ് ബി 0. വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഇസ് നത്തിങ് ബട്ട് ഹാഫ് mv². അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് mgh, കൈനറ്റിക് എനർജി 0. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി. അപ്പൊ എത്രയായിരിക്കും, mgh പ്ലസ് 0 വിച്ച് ഇസ് നത്തിങ് ബട്ട് mgh. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. എ എന്ന് പറയുന്ന പൊസിഷനിൽ ടോട്ടൽ എനർജി എത്രയായിരുന്നു, mgh ആയിരുന്നു. ഇനി മറ്റൊരു പൊസിഷൻ, അതായത് ഈ ബോള് കുറച്ചൊന്ന് ദൂരം താഴേക്ക് വീണു, ബി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തി. ഈ താഴേക്ക് ട്രാവൽ ചെയ്തിട്ട് ഇപ്പോ സി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഇതിന്റെ ഹൈറ്റ് h ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു, ക്യാപിറ്റൽ h ആയിരുന്നു. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് അത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, ടോട്ടൽ ഹൈറ്റ് h ആണ്, താഴെ നിന്ന് ബിയിലോട്ടുള്ളത് സ്മോൾ h ആണ്. അപ്പൊ എത്ര ദൂരമാണ് ഈ ഒരു യാത്രയിൽ ഈ ബോൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക, h മൈനസ് സ്മോൾ h എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ബോളിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ബി ആണ്. ബി എന്ന് പറയുന്നത് സ്മോൾ h എന്ന് പറയുന്ന ഹൈറ്റ് എബവ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി ഇസ് mgh, കാരണം h എന്ന് പറയുന്ന ഹൈറ്റ് മുകളിലാണ് പൊട്ടൻഷ്യൽ എനർജി നിൽക്കുന്നത്. സോ ഇറ്റ് ഇസ് ബോൾ നിൽക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് mgh. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. അപ്പോ ഈ വി എച്ച് എന്ന് വെച്ചാൽ ബിയിൽ എത്തുന്ന സമയത്ത് ഈ ബോളിന്റെ വെലോസിറ്റി എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുലയാണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്നുള്ളത്. ഇവിടെ വി സ്ക്വയർ എന്ന് പറയുന്നതാണ് വെലോസിറ്റി, ഈ ബിയിലുള്ള വെലോസിറ്റി, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മൈനസ് യു എന്ന് പറയുന്നത് 0 ആയിരുന്നു. അത് ഒരു വസ്തു നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 അല്ല. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 2 ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് g ആണ്. എസ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽ. എയിൽ നിന്ന് ബിയിലോട്ട് അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടത്തെ വി സ്ക്വയറിന് പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന വാല്യൂ ആണ് 2g ഇൻറ്റു എച്ച് മൈനസ് എച്ച് എന്നുള്ളത്. അപ്പോ കൈനറ്റിക് എനർജി അറ്റ് ബി വിൽ ബി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ജി 2g ഇൻറ്റു എച്ച് മൈനസ് എച്ച് അല്ലെ. അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2g ഇൻറ്റു എച്ച് മൈനസ് സ്മോൾ എച്ച്. ഇവിടെ ഹാഫും 2ഉം കട്ടായി പോയി. ഇനി ഞാനിതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയെന്നുള്ളൂ. mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് mg ഇൻറ്റു സ്മോൾ എച്ച്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കിട്ടി, നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക്. പൊട്ടൻഷ്യൽ mgh, കൈനറ്റിക് ഇതായിരുന്നു. അപ്പൊ ഇവിടെ mg സ്മോൾ എച്ചും മൈനസ് mg സ്മോൾ എച്ചും കട്ടായി പോയിട്ട് നമുക്ക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കിട്ടിയത് mgh എന്ന് തന്നെയാണ്. ഇത് എയിൽ ഉണ്ടായിരുന്ന മെക്കാനിക്കൽ എനർജി എത്രയാണോ അത്ര തന്നെയാണ് നമുക്ക് ബിയിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ എയിലും ബിയിലും സെയിം ആണെന്ന് മനസ്സിലായി, കൺസേർവ്ഡ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ഇനി സിയിലും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിന്റ് സി, അതായത് എയിൽ നിന്ന് അത് സി വരെ ട്രാവൽ ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് സിയിലെത്തി എന്ന് വിചാരിക്കാം. സിയിലെത്തുമ്പോൾ ഹൈറ്റ് എത്രയാണ്, 0, കാരണം അത് ഗ്രൗണ്ട് ലെവലാണ് അല്ലെ. അപ്പം പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, 0 ആയിരിക്കും, കാരണം mgh ആണ്. ഇവിടെ h 0 ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ബി സ്ക്വയർ. അതായത് ഇവിടുത്തെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല ഉപയോഗിക്കുന്നു. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. വി സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന വെലോസിറ്റി മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എയിൽ അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു, 0 ആയിരുന്നു. അപ്പൊ യു 0 ആണ്. അപ്പൊ ഞാൻ അത് ഈക്വൽ ടു എന്ന് മാത്രം എഴുതി. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ജി ആണ്. എസ് എന്ന് വെച്ചാൽ എയിൽ നിന്ന് സിയിൽ എത്താനായിട്ട് അത് എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു എന്നുള്ളതാണ്. എച്ച് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കവർ ചെയ്തത്. അപ്പൊ 2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതാം. അപ്പോ ഈ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിന് പകരം 2g ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതി. ഇവിടെ 2ഉം കട്ടായി പോയി. നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ത് കിട്ടി,
mgh നെഗറ്റീവ്. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി is sum of potential and kinetic energy which is mgh. അപ്പൊ നമ്മള് 3 സ്ഥലത്തും ടോട്ടൽ മെക്കാനിക്കൽ എനർജി നോക്കുമ്പോൾ mgh തന്നെയാണ്. ഏറ്റവും ഹൈറ്റിൽ ഇരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൈനറ്റിക് എനർജി 0 ആയിരുന്നു. താഴേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് താഴെ എത്തിയപ്പോൾ 0 ആയി. അതേസമയം എന്താ കൈനറ്റിക് എനർജി സംഭവിക്കുന്നത്? ഏറ്റവും മുകളിൽ കൈനറ്റിക് എനർജി 0 ആയിരുന്നു, താഴേക്ക് വരുന്തോറും അതിന്റെ കൈനറ്റിക് എനർജി കൂടി വന്നു. വിച്ച് മീൻസ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇസ് വെരിഫൈഡ് ഹിയർ. ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഏറ്റവും ഹൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഏത് എനർജി ഉണ്ടായിരുന്നത്? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ഹൈറ്റിൽ മാക്സിമം ആയിരുന്നു, അത് കുറഞ്ഞ് ഗ്രൗണ്ട് ലെവലിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. അപ്പൊ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ് ഈ ബ്ലൂ കർവ്. അതേസമയം ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരുന്നു. കാരണം ഹയസ്റ്റ് പോയിന്റില് വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0. കൈനറ്റിക് എനർജി ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടി വന്നു. അതാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ബ്ലൂ കളർ ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജി. ഏറ്റവും ഹൈറ്റില് ഹയസ്റ്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, അത് കുറഞ്ഞ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ 0 ആയി. അതേസമയം കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ കൈനറ്റിക് എനർജി ഇസ് 0, അത് ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടി വന്നു. പക്ഷേ ടോട്ടൽ എനർജി നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാ പ്ലേസിലും ടോട്ടൽ എനർജി സെയിം ആണ്, mgh എന്നുള്ളതാണ് വാല്യൂ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് എനർജി വേഴ്സസ് ഹൈറ്റിന്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഹാഫ് വേയിൽ എത്തുന്ന സമയത്ത്, അതായത് പകുതിക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ ഒരു ഹൈറ്റില് പകുതി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ബോളില് അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വാല്യൂ സെയിം ആയിട്ടാണ് ഉണ്ടാവുക, ഈക്വൽ എമൗണ്ട് ആണ് ഉണ്ടാവുക. ഇനി ഇതേ ഗ്രാഫ് തന്നെ നമുക്ക് മുകളിലോട്ടൊരു വസ്തു ഇടുന്ന സമയത്ത് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ സെയിം ഗ്രാഫ് തന്നെ നമ്മളൊന്ന് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി എങ്ങനെയാ വരയ്ക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയാണ്. അപ്പൊ ആദ്യം ആ ബോളിന്റെ പൊസിഷൻ 0-ലായിരുന്നു, അതിൽ നമ്മൾ മുകളിലോട്ട് എറിയുന്നു. മുകളിലോട്ട് എറിയുമ്പോൾ 0-ല് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി കൂടി പോകുന്നു. കൈനറ്റിക് എനർജി ഏറ്റവും അവിടെ നമ്മൾ നല്ല വെലോസിറ്റിയിൽ എറിയുക ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവും. ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി പോകും, അപ്പൊ കൈനറ്റിക് എനർജി 0. ഈ സെയിം ഗ്രാഫ് തന്നെയാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന സമയത്ത് ഹയസ്റ്റ് പോയിന്റിലാണ് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി 0. താഴെ വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി മാക്സിമം. മിഡിൽ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോകുന്നത് ഈ ഒരു ലെസണിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് പവർ. പവർ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിഷൻ നമ്മൾ 9th പഠിച്ചു. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്ക് ചെയ്യുന്ന റേറ്റ്. നമ്മൾ എപ്പോഴാണ് ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നാം? കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ വി ഫീൽ ദാറ്റ് വി ആർ പവർഫുൾ അല്ലെ. ഒരു എഞ്ചിൻ പവർഫുൾ ആണ് നമ്മൾ എപ്പോഴാണ് വിചാരിക്കുന്നത്? ആ എഞ്ചിന് മറ്റൊരു എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക, അതായത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് എനർജി, ഇതിനെയാണ് നമുക്ക് പവർ എന്ന് പറയാൻ പറ്റുന്നത്. പവറിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല വർക്ക് ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ 9th പഠിച്ചിട്ടുള്ളൂ. 11th ആവുമ്പോൾ നമ്മൾ ചെറിയൊരു ഫോർമുലയും കൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ലെസൺ മീൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം. അതായത് W/T എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു ഫോർമുലയും കൂടെ പഠിക്കുന്നുണ്ട്. പവറിന്റെ യൂണിറ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട് അല്ലെ, വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കിലോ വാട്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. പവറിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. dW/dt ചേഞ്ച് ഇൻ വർക്ക് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് എഴുതാം. വർക്ക് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ വർക്കിന് പകരമായിട്ട് ഞാൻ F.dr എന്ന് എഴുതി, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ഈ പവർ എന്ന് പറയുന്ന ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും? P = F.dr/dt. dr/dt അല്ലെങ്കിൽ ds/dt എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി അല്ലെ. അപ്പൊ ഫോഴ്സ് ഇൻടു വെലോസിറ്റി ആണ് പവറിന്റെ മറ്റൊരു ഫോർമുല. P = F.V. പവർ വർക്ക് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, ഇതിനകത്ത് പവർ സ്കെയിലാർ ആണ്, വർക്ക് സ്കെയിലാർ ആണ്, ടൈം സ്കെയിലാർ ആണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, റൈറ്റ് ദ
equation of power in vector form. പവർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, പക്ഷെ പവറിന്റെ ഫോർമുല നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാം, വിച്ച് മീൻസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആയിട്ട് എഴുതാം പവറിനെ. അതാണ് പവർ ഇസ് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി. അപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് പവർ ഇൻ വെക്ടർ ഫോം എന്ന് ചോദിച്ചാൽ പി ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി എന്ന് പറയുന്ന ഫോമുലയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ പവറിന്റെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്താണ്? പവർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഒരു വാട്ട് എന്ന് പറയുന്നത് ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. കാരണം പവർ എന്ന് പറയുന്നത് W/T ആണ് അല്ലെ. അപ്പൊ ഒരു വാട്ട് ആവണമെന്നുണ്ടെങ്കിൽ വർക്ക് ഷുഡ് ബി 1 ജൂൾ ആൻഡ് ടൈം ഷുഡ് ബി 1 സെക്കൻഡ്. അപ്പൊ പവർ വാട്ടിനെ നമുക്ക് 1 ജൂൾ സെക്കൻഡ് എന്നും കൂടെ 1 ജൂൾ പെർ സെക്കൻഡ് എന്നും കൂടെ എഴുതാം. ഇനി വാട്ടിന്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഡിഫൈൻ 1 വാട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 വാട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് പവർ വെൻ 1 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ ഇൻ 1 സെക്കൻഡ്. അത് ആ സമയത്ത് ഉണ്ടാവുന്ന പവറിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? 1 വാട്ട് എന്ന് പറയാൻ പറ്റുന്നത്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ ഇസ് കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. അത് കൂടാതെ മെഗാ വാട്ട്സും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഒരു മെഗാ വാട്ട് എന്ന് പറയുന്നത് 10⁶ വാട്ട്സ് ആണ്. Another unit of power is horse power. അത് പലപ്പോഴും ഈ മെഷീൻസിന്റെ ഒക്കെ പവർ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഹോഴ്സ് പവർ എന്നുള്ളത്. ഒരു ഹോഴ്സ് പവറിന്റെ വാട്ടിലോട്ടുള്ള കൺവേർഷനും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. പവർ ഓഫ് എൻജിൻസ് അതെല്ലാം നമ്മൾ മെഷീൻസ് അതിന്റെ ഒക്കെ പവർ നമ്മൾ ഹോഴ്സ് പവറിലാണ് പറയാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ആൻഡ് സജഷൻസ് ഫോർ മൈ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ എഴുതാൻ മറക്കരുത്. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ലെസൺസ് മിസ് ചെയ്യാതിരിക്കാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.